Hello, good morning students. ഇന്ന് നമുക്ക് ഫോണറ്റിക്സിൻ്റെ ഭാഗമാണ് എടുക്കുന്നത്. മൊഡ്യൂൾ 3യിലാണ് അത് വരുന്നത് കേട്ടോ. നിങ്ങളുടെ മൊഡ്യൂൾ 3 ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് അത് വരുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതും BA English student, we should understand what is phonetics and what is the pronunciation and how to pronounce a word in English. So phonetics deals with the sound of English language. നമുക്കറിയാം ഫോണറ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് we have consonants and vowels. There are 24 consonants and 20 vowels. 20 vowels are divided into two categories. They are monophthongs and diphthongs. Monophthongs is otherwise called pure vowel, and diphthongs are otherwise called vowel glides. Okay. Diphthongs move from one vowel to another vowel. That is why it is called a vowel glide. Glide means movement. Okay. So there are 12 monophthongs or pure vowels and 8 diphthongs or vowel glides in English. Okay, total there are 44 sounds including consonants. There are 24 consonants and 20 vowels, so there are 44 sounds in English English language. Okay, അപ്പോൾ ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായിട്ട് നമ്മൾ കോൺസണൻസിനെ കുറിച്ച് പഠിക്കും. കോൺസണൻസിനെ അതിൻ്റെ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ബൈലേബിയൽ എന്ന് പറഞ്ഞാൽ 2 ലിപ്സാണ്. ഓക്കെ, 2 ലിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ചില വേർഡ്സ്, ചില കോൺസണൻസ് സൗണ്ട്സ് ഉച്ചരിക്കുന്നു. ലേബിയോ ഡെൻ്റൽ എന്ന് പറയുമ്പോൾ 1 ലിപ്പ് ആൻഡ് അപ്പർ ടീത്ത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചില കോൺസണൻറ്റ് ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നു. ഡെൻ്റൽ സൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ നമ്മുടെ ടങ്ങും ആൽവിയോൾ ഈ ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ദ അപ്പർ ഫ്രണ്ട് ടീത്ത്, അപ്പം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില ശബ്ദങ്ങൾ th ആൻഡ് th, ദേ ആർ ദ ഡെൻ്റൽ സൗണ്ട്സ്. ഓക്കെ, ഡെൻ്റൽ സൗണ്ടുകളുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ നെയ്സൽ സൗണ്ടുകളുണ്ട്, നോസ് ഉപയോഗിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ്റെ അടിസ്ഥാനത്തിൽ പല തരത്തിലുണ്ട്. അത് സ്റ്റോപ്സ് ഓർ പ്ലോസീവ്സ്, അതായത് പിന്നെ നമ്മുടെ കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സഡൻ റിലീസ്, അതാണ് പ്ലോസീവ്സ് ഓർ സ്റ്റോപ്പ് കോൺസണൻസ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രിക്കേറ്റീവ്സ് ഉണ്ട്. ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുമ്പം അത് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ഫ്രിക്ഷൻ അനുഭവിക്കും, ഫ്രിക്ഷൻ ഉണ്ടാവും. അതാണ് ഫ്രിക്കേറ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ അഫ്രിക്കേറ്റ്സ് ഉണ്ട്. അഫ്രിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കംപ്ലീറ്റ് ക്ലോഷർ ആൻഡ് സ്ലോ റിലീസ്, ഇതാണ് അഫ്രിക്കേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പലതരത്തിലായിട്ട് നമ്മൾ പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ആൻഡ് മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പിന്നെ കോൺസണൻറ്റിനെ പലതരത്തിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതെന്നുള്ളത്. ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി ആ ഒരു
ഭാഗത്ത് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്? The basics levels at which the functioning of human language can be studied are the level of phonemes and that of morphemes. Level of phonemes and that of morphemes. Phonemes are phonemes are the smallest units of speech sounds. ഫോണീം എന്ന് പറഞ്ഞാൽ സ്പീച്ച് സൗണ്ടിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ്. സ്പീച്ച് സൗണ്ടിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റാണ് ഫോണീം എന്ന് പറയുന്നത്. ഓക്കെ, സ്പീച്ച് സൗണ്ട്സ് which are combined into larger units of meaningful linguistics form called morphemes. ഇത്തരം ഫോണീമുകൾ, അതായത് ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ടാണ് ഫോണീം. എന്നാൽ അതിന് മീനിങ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇത്തരം ഫോണീം കൂടുതലായി ഒരുപാട് കൂടിച്ചേർന്നാൽ, നമുക്ക് ഒന്നിലധികം ഫോണീമുകൾ കൂടിച്ചേർന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോർഫീം കിട്ടും. മോർഫീമിൻ്റെ പ്രത്യേകത അതും സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ടാണ്, സ്പീച്ച് സൗണ്ടാണ്, പക്ഷേ മീനിങ് ഫുള്ളാണ്. അപ്പോൾ മോർഫീം എന്ന് പറയുമ്പോൾ മീനിങ് ഫുൾ എന്നുള്ളത് ആലോചിക്കണം. ഫോണീം എന്ന് പറഞ്ഞാൽ മീനിങ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട് എന്ന് ചോദിച്ചാൽ ഫോണീമാണ്. എന്നാൽ സ്മോളസ്റ്റ് മീനിങ് ഫുൾ യൂണിറ്റ് ഓഫ് സ്പീച്ച് സൗണ്ട് എന്ന് ചോദിച്ചാൽ മോർഫീംസ് എന്ന് പറയാം. The phonemes are the building blocks of human utterances. മനുഷ്യൻ്റെ അട്ടറൻസസ്, സംസാരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നത് ഫോണീംസ് ആണ്. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഹ്യൂമൻ അട്ടറൻസസ് ആർ കോൾഡ് ഫോണീംസ്. അപ്പോൾ നമ്മൾ സംസാരിക്കണമെങ്കിൽ ഇത്തരം ഒരുപാട് ഫോണീംസ് കൂടിച്ചേരേണ്ടതുണ്ട്. ഓക്കെ, ഫോണീംസ് ആസ് സച്ച് ഹാവ് നോ മീനിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണീമിന് മീനിങ് ഉണ്ടാവില്ല, മോർഫീമിന് മീനിങ് ഉണ്ടാവും. മോർഫീംസ് ആർ ദ മിനിമൽ യൂണിറ്റ്സ് ദാറ്റ് ക്യാരി മീനിങ്. എവറി ലാംഗ്വേജ് ഹാസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഫോണീംസ് which combine in various ways to produce a very larger number of morphemes which can be put together in infinite number of ways. അപ്പം ഏതൊരു ഭാഷ, ഇംഗ്ലീഷ് മാത്രമല്ല, ഏതൊരു ഭാഷ നോക്കുകയാണെങ്കിലും ആ ഭാഷയിലൊക്കെ ഈ ഒരുപാട് ഫോണീംസ് ഉണ്ടാകും. ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഷയിലും ഒരേ നമ്പറല്ല. ഇപ്പോൾ ഫോണീംസ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം 44 ഫോണീംസാണ്, സൗണ്ട്സ്. ഓക്കെ, അപ്പോൾ മറ്റു ഭാഷ മലയാളത്തിൽ വ്യത്യാസം ഉണ്ടാവും, മറ്റു ഭാഷകളിൽ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഏതൊരു ഭാഷ നോക്കുകയാണെങ്കിലും ഇത്തരം ഫോണീംസ് കൂട്ടിച്ചേർത്തിട്ടാണ് മോർഫീംസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ വേർഡ്സ് ഉണ്ടാക്കുന്നത്, മീനിങ് ഫുൾ വേർഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഫോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. ഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ട് എന്നാണ്. അപ്പോൾ ഫോണറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആണ്. അപ്പോൾ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആർ കോൾഡ് phonetics. A speech event involves the production, transmission and reception of speech sounds. ഓക്കെ, എന്തൊക്കെയാണ് സ്പീച്ചിൽ വരുന്നത്? പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. Hence, speech sounds can be studied from these three angles, and accordingly there are three different branches of phonetics. അപ്പോൾ 3 വ്യത്യസ്ത ബ്രാഞ്ചുകളാണ് ഫോണറ്റിക്സിനുള്ളത്. അതേതൊക്കെയാണ്? ആർട്ടിക്കുലേറ്ററി, അക്കൗസ്റ്റിക് ആൻഡ് ഓഡിറ്ററി. ആർട്ടിക്കുലേറ്ററി എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ, അക്കൗസ്റ്റിക് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ആൻഡ് ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ റിസപ്ഷൻ. പ്രൊഡക്ഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ആർട്ടിക്കുലേറ്ററി, അക്കൗസ്റ്റിക് ആൻഡ് ഓഡിറ്ററി ഫോണറ്റിക്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ദ സ്പീച്ച് മെക്കാനിസമാണ്. എയർ സ്ട്രീം മെക്കാനിസം ഈസ് ദ ബേസിസ് ഓഫ് ഓൾ സൗണ്ട്സ്. എല്ലാ ശബ്ദങ്ങളുടെയും ഒരു ബേസിസ് എന്ന് പറയുന്നത്, അടിസ്ഥാനം എന്ന് പറയുന്നത് എയർ സ്ട്രീം മെക്കാനിസമാണ്. ഓക്കെ, എയർ സ്ട്രീം, ഈ വായു നമ്മൾ ഉപയോഗിക്കാതെ നമുക്കൊരിക്കലും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എയർ സ്ട്രീം മെക്കാനിസം ഈസ് ദ ബേസിസ് ഓഫ് ഓൾ സ്പീച്ച് സൗണ്ട്സ് എന്ന് പറയാം. The air that we breathe out from the lungs provides the energy required for the production of speech sounds. അപ്പോൾ ഈ സ്പീച്ച് സൗണ്ട്സ് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ആ സൗണ്ട് പോലും ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ലങ്സിൽ നിന്ന് ശബ്ദം, അതായത് വായുവിലൂടെ വായയിലൂടെ പുറത്തേക്ക് വിടുകയാണ്.
ഓക്കെ, അതിലൂടെയാണ് നമ്മൾ ശബ്ദമുണ്ടാക്കുന്നത്. ദർ ആർ 3 ടൈപ്സ് ഓഫ് എയർ സ്ട്രീം മെക്കാനിസം. 3 തരത്തിലുള്ള എയർ സ്ട്രീം മെക്കാനിസമാണുള്ളത്. ഒന്ന് പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം, രണ്ടാമത്തത് ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം, മൂന്നാമത്തത് വീലറിക് എയർ സ്ട്രീം മെക്കാനിസം. പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം പറയുന്നത് ദ ഇനീഷ്യേറ്റർ ഇസ് ദ ലങ് വാൾസ്. ആദ്യം ആ ഒരു എയർ സ്ട്രീം മെക്കാനിസം തുടങ്ങുന്നത് തന്നെ ലങ് വാൾസിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഓക്കെ, ആൻഡ് എയർ സ്ട്രീം ക്യാൻ ബി ഐദർ ഇൻഗ്രസീവ് ഓർ എഗ്രസീവ്. ഇൻഗ്രസീവ് എന്ന് പറഞ്ഞാൽ സക്കിങ് ഇൻ ദ എയർ, വായു ഉള്ളിലേക്ക് എടുക്കുന്നത്. എഗ്രസീവ് എന്ന് പറഞ്ഞാൽ പഫിങ് ഔട്ട് ദ എയർ, നമ്മൾ വായു പുറത്തേക്ക് എടുക്കുന്നത്, അതാണ് എഗ്രസീവ്. ഇനി പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രീം ഈസ് ദ ബേസിസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ സ്പീച്ച് സൗണ്ട്സ് ഇൻ ഓൾ ലാംഗ്വേജ്. അപ്പോൾ പൾമോണിക് എഗ്രസീവാണ് നമ്മൾ സാധാരണ എല്ലാ സ്പീച്ച് സൗണ്ട്സിലും എല്ലാ ഭാഷയിലും ഉപയോഗിക്കുന്നത്. എഗ്രസീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ വായു പുറത്തേക്ക് എടുക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് എല്ലാ ഭാഷയിലും. ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശബ്ദം ഉണ്ടാക്കാൻ വളരെ പ്രയാസമാണ്. ഓക്കെ, പൾമോണിക് ഇൻഗ്രസീവ് എയർ സ്ട്രീം മൈറ്റ് ഒക്കർ ഇൻ സം നോൺ ലിംഗ്വിസ്റ്റിക് സിറ്റുവേഷൻസ് ബട്ട് വെരി റെയർലി ഇൻ ലിംഗ്വിസ്റ്റിക് സിറ്റുവേഷൻ. വളരെ ദുർലഭമായിട്ടാണ് പൾമോണിക് ഇൻഗ്രസീവ്, അതായത് വായു ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ശബ്ദമുണ്ടാക്കുന്നത്. ദിസ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ കേസ് ഓഫ് എ ചൈൽഡ് സോബിങ് ആൻഡ് സ്പീക്കിംഗ് അറ്റ് ദ സെയിം ടൈം. ചില കുട്ടികൾ കരയുന്ന സമയത്ത് പറയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരയുന്നുണ്ട്. ആ കരയുന്ന സമയത്ത് സംസാരിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ ഇൻഗ്രസീവ് ചെയ്യാറുണ്ട്. ഇൻഗ്രസീവ് എന്ന് പറയുമ്പോൾ വായു ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാറുണ്ട്. ദിസ് ക്യാൻ ബി ഒബ്സർവ്ഡ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ആണ് നമ്മൾ പറയുന്നത് ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം. ഇവിടെ ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത്, നേരത്തെ പൾമോണിക്കിൽ ഇനീഷ്യേറ്റർ, അതായത് സൗണ്ട് വരുന്നത് ഈ എയർ വരുന്നത് ലങ്സിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു. എന്നാൽ ഗ്ലോട്ടാലിക്കിലാണെങ്കിലോ അവിടെ ലങ്സിൻ്റെ ഉള്ളിൽ നിന്നല്ല, ലാരിങ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. ലാരിങ്സ് നിങ്ങൾക്കറിയാം, ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറുനാവ് എന്ന് പറഞ്ഞ ഒരു ഭാഗം, ആ ലാരിങ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്, ആ ഭാഗത്തു നിന്നാണ് നമ്മുടെ ഈ ശബ്ദം തുടങ്ങുന്നത്. വിത്ത് ക്ലോസ്ഡ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡ്സ് ഉണ്ട്. വോക്കൽ കോഡ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്ലോട്ടിസ് ക്ലോസ്ഡ് ആണ്. അതുപോലെ ലാരിങ്സിൻ്റെ അടുത്തു നിന്നാണ്, ലാരിങ്സ് ആണ് ഈ ഒരു ശബ്ദം തുടങ്ങുന്നത്. സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഗ്ലോട്ടാലിക് ഇൻഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം ആർ ടേംഡ് ആസ് ഇംപ്ലോസീവ്സ്. ഇത്തരം ഗ്ലോട്ടാലിക് ഇൻഗ്രസീവ് മെക്കാനിസം, ഓക്കെ, എയർ സ്ട്രീം മെക്കാനിസമാണ് ഇതിനെ ഇംപ്ലോസീവ് എന്ന് പറയുന്നത്. ഗ്ലോട്ടാലിക് ഇൻഗ്രസീവിനെയാണ്. ഇൻഗ്രസീവ് നമുക്കറിയാം, ഗ്ലോട്ടിസ് നമുക്ക് അറിയാം, വോക്കൽ കോഡ്സിൻ്റെ ഉള്ള സ്പേസ് ആണ്. ആ സ്പേസിൻ്റെ ഉള്ളിലൂടെ വായു ഉള്ളിലേക്ക് കടക്കുന്ന സമയത്തുണ്ടാകുന്ന ആ ഒരു സ്പേസ്, ആ ഒരു ശബ്ദത്തെയാണ് ഇംപ്ലോസീവ്സ് എന്ന് പറയാം. ദേ ആർ യൂഷ്വലി വോയിസ്ഡ്. അവ ശരിക്ക് യഥാർത്ഥത്തിൽ വോയിസ്ഡ് ശബ്ദങ്ങളാണ്. ഇപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, അധികം വാക്കുകളൊന്നുമില്ല, എന്നാലും സം ആഫ്രിക്കൻ ലാംഗ്വേജസ് ലൈക്ക് സ്വാഹിലി ഭാഷ, നമുക്ക് ഇപ്പോൾ എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു യാത്രാക്കുറിപ്പുണ്ടല്ലോ, ഏതാണ് അപ്പോൾ ഏതാണെന്ന് വെച്ചിട്ടൊരു കാപ്പിരികളുടെ നാട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സ്വാഹിലി ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ആഫ്രിക്കൻ ഭാഷയാണ് കേട്ടോ. അപ്പോൾ സ്വാഹിലിയിൽ ഈ ഒരു ഗ്ലോട്ടാലിക് ഇൻഗ്രസീവ് നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യൻ ലാംഗ്വേജസ് സിന്ധി എന്ന് പറയുന്ന ഇന്ത്യൻ ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും ഇംപ്ലോസീവിനെ കാണാൻ പറ്റും, അതായത് ഗ്ലോട്ടാലിക് ഇൻഗ്രസീവ് ലാംഗ്വേജ്. Sounds produced with glottalic aggressive airstream mechanism are termed as ejectives and they occur very rarely. എന്നാൽ ഗ്ലോട്ടാലിക് എഗ്രസീവ്, അതായത് ആ വായു പുറത്ത് ഗ്ലോട്ടിസിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് വരുന്ന ശബ്ദം വളരെ റെയറാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി മൂന്നാമതായിട്ടാണ് വീലറിക് എയർസ്ട്രീം മെക്കാനിസം. വീലറിക് എയർസ്ട്രീം മെക്കാനിസം എന്ന് പറയുന്ന സമയത്ത് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. വീലം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് പാലറ്റാണ്. നമുക്ക് റൂഫ് ഓഫ് ദ മൗത്തിനെ 4 തിരിക്കുന്നുണ്ട്. ഒന്ന്
ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ ആൽവിയോളാർ റിഡ്ജ് എന്ന് പറയാം. രണ്ടാമത്തത് ഹാർഡ് പാലറ്റ്, പിന്നെ സോഫ്റ്റ് പാലറ്റ് എന്നൊക്കെ പറയും. ആദ്യം ടീത്ത്, പിന്നെ ഹാർഡ് പാലറ്റ്, ടീത്ത് റിഡ്ജ്, പിന്നെ ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ്, ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ് പാലറ്റിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? സോഫ്റ്റ് പാലറ്റ് എന്ന് പറയാൻ കാരണം അവിടെ സോഫ്റ്റ് ആയിരിക്കും. നിങ്ങൾ മുകളിലൊന്ന് തൊട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ പിന്നെ വളരെ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത്? സോഫ്റ്റ് പാലറ്റ്. അപ്പോൾ ഈ സോഫ്റ്റ് പാലറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് വീലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വീലറിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയാൻ കാരണം വീലം ആണ് ഇവിടെ ഇനീഷ്യേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഓഫ് ദ ടങ്. സോ ദ ഇനീഷ്യേറ്റർ ഓഫ് ദ ബാക്ക് ഓഫ് ദ ടങ് സെറ്റ് അഗെയിൻസ്റ്റ് ദ വീലം. അതായത് ബാക്ക് ഓഫ് ദ ടങ്, നമ്മൾ ടങ്ങിനെയും മൂന്നായി തിരിക്കാം. ഒന്ന് ടിപ്പ് പറഞ്ഞാൽ ഈ ഭാഗം ടങ്ങിൻ്റെ. പിന്നെ അതിന് തൊട്ട് പിറകിലുള്ള ഭാഗമാണ് ഫ്രണ്ട് ഓഫ് ദ ടങ്. അതിൻ്റെ തൊട്ട് പിറകിലുള്ള ഭാഗമാണ് ഇത് ബാക്ക് ഓഫ് ദ ടങ്. അപ്പോൾ അങ്ങനെ മൂന്നായിട്ട് നമുക്ക് നാവിനെ തിരിക്കാം. അപ്പോൾ ഈ ബാക്ക് ഓഫ് ദ ടങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്കിലാണ്, ഈ നാവിൻ്റെ കുറച്ച്, അതായത് ഫസ്റ്റ് ഫ്രണ്ട് ടിപ്പ്, പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഫ്രണ്ട്, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് എന്ത്? ബാക്ക് ഓഫ് ദ ടങ്. ഈ ബാക്ക് ഓഫ് ദ ടങ് നമ്മുടെ വീലം എന്ന് പറയുന്നത് സോഫ്റ്റ് പാലറ്റിനെ ടച്ച് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ വീലറിക് ശബ്ദങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഇപ്പോൾ പറയുകയാണെങ്കിൽ ഖ്, ഗ, ങ്. ഖ് ആൻഡ് ഗ ആൻഡ് ങ്, ഇത് മൂന്നുമാണ് വീലറിക് സൗണ്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ മൂന്നായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത്തരം എയർ സ്ട്രീം മെക്കാനിസത്തെ തിരിക്കുന്നത്. വീലറിക് അഗ്രസീവ് സൗണ്ട്സ് ആർ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. അപ്പോൾ അവിടെയൊക്കെ ഖ, ഘ, ങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പിന്നെ ശബ്ദം പുറത്തേക്ക് അല്ല കൊണ്ടുവരുന്നത്, അകത്തേക്കാണ് കൊണ്ടുവരുന്നത്, അല്ലേ? ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് വീലറിക് ഇൻഗ്രസീവ് ആണ് ഇവിടെ എയർ സ്ട്രീം മെക്കാനിസം. ക്ലിക്ക്, ഖ്, ക്ലിക്ക്, ഓക്കെ, ആർ കോമൺ ഇൻ സം ആഫ്രിക്കൻ ലാംഗ്വേജസ് ലൈക്ക് സുലു എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ ഭാഷയാണ്. ആൻഡ് ഓൾസോ ഇൻ നോൺ ലിംഗ്വിസ്റ്റിക് സിറ്റുവേഷൻസ്. വേരിയസ് ഓർഗൻസ് ആർ ഇൻവോൾവ് ഇൻ മോഡിഫൈയിങ് ദ എയർ സ്ട്രീം ഇൻ ടു സ്പീച്ച് സൗണ്ട്സ് ആസ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. അപ്പോൾ ഏതായാലും പല അവയവങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്, വായയിലെ പല അവയവങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ്, വായ, തൊണ്ട ഒക്കെ ഭാഗത്തുള്ള, അതുപോലെ ലങ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്തരം സ്പീച്ച് സൗണ്ട്സിനെ നമ്മൾ പറയുന്നത് ഓർഗൻസ് ഓഫ് സ്പീച്ച് ആണ്. ദ ഓർഗൻസ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ആർ കോൾഡ് ഓർഗൻസ് ഓഫ് സ്പീച്ച്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ദ ഓർഗൻസ് ഓഫ് സ്പീച്ചിൽ ഫസ്റ്റ് ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഹാർഡ് പാലറ്റ്, ഇതാണ്ടിലെ മുകളിൽ സോഫ്റ്റ് പാലറ്റ്, ഒവ്യൂള എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ചെറുനാവാണ്, ഫാരിങ്സ്. ഓക്കെ, പിന്നെ അതുപോലെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ടീത്ത് റിഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലുള്ളതാണ് കേട്ടോ, ടീത്ത് റിഡ്ജ്. പിന്നെ അപ്പർ ലിപ്പ് നിങ്ങൾക്ക് കാണാം, അപ്പർ ടീത്ത് കാണാം. പിന്നെ താഴെ നോക്കൂ നിങ്ങൾ, ലോവർ ടീത്ത്, ലോവർ ലിപ്പ്, ടിപ്പ്, ബ്ലേഡ്, ഫ്രണ്ട്, ബാക്ക്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി താഴെ, അതിൻ്റെ താഴെയായിട്ട് ലാരിങ്സ് ഉണ്ട്, വോക്കൽ കോഡ്സ്, ട്രക്കിയ, ലാരിങ്സ്, വോക്കൽ കോഡ്സ്, അതുപോലെ ട്രക്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ, വോക്കൽ കോഡ്സ് തന്നെയാണ്, വോക്കൽ കോഡ്സിൻ്റെ ആ ഒരു ഭാഗമാണ് ട്രക്കിയ എന്ന് പറഞ്ഞാൽ, അല്ലേ? ഓക്കെ, ഈ സംഭവങ്ങളൊക്കെയാണ് ഓർഗൻസ് ഓഫ് സ്പീച്ച് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ സ്പീച്ച് സൗണ്ട്സിൽ ഉൾപ്പെടുന്ന ചില ഓർഗൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഓർഗൻസ് involved in the production of speech can be divided into respiratory system, phonatory system and articulatory system. നമ്മുടെ സ്പീച്ചിൻ്റെ സൗണ്ടിൻ്റെ പ്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തുന്ന ഓർഗൻസിനെ നമ്മൾ മൂന്നായി തിരിക്കുകയാണ്. ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം, ഫോണേറ്ററി സിസ്റ്റം ആൻഡ് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബോഡി ഇൻക്ലൂഡ്സ് ദ ട്രക്കിയ, അതായത് വിൻ പൈപ്പിൻ്റെ മറ്റൊരു പേരാണ് ട്രക്കിയ എന്ന് പറഞ്ഞാൽ, വിൻ പൈപ്പ്. ഓക്കെ, ട്രക്കിയ, വിൻ പൈപ്പ് പറഞ്ഞൊരു കുഴലാണ്. ഈ കുഴലിൻ്റെ ഉള്ളിലാണ്, വിൻ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നേരെ പോകുന്നത് ലാരിങ്സിലേക്കാണ്. ലാരിങ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇതുണ്ടാവുക, ഈ വോക്കൽ കോഡ്സിൻ്റെ ഉള്ളിലെ ആ സ്പേസിനെയാണ് ഗ്ലോട്ടിസ് എന്ന് പറയുക കേട്ടോ. ഓക്കെ,
ട്രക്കിയ അതായത് വിൻ പൈപ്പ് ഉണ്ട്, ലങ്സ് റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ളത് വിൻ പൈപ്പ് ട്രക്കിയ അല്ലെങ്കിൽ വിൻ പൈപ്പ്, ലങ്സ്, ദ ലങ് മസിൽസ് വിച്ച് ഹെൽപ്പ് ദ ലങ് വാൾസ് ടു എക്സ്പാൻഡ് ആൻഡ് കോൺട്രാക്ട്. അപ്പോൾ ഏതൊക്കെയാണ്? ട്രക്കിയ, ലങ്സ്, ലങ് മസിൽസ്, ഇതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. Their primary function is to breathe in air for the existence of life. ഇതിനൊക്കെ പ്രധാന ധർമ്മം എന്താണ്? പ്രധാന ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വായുവിനെ അകത്തേക്ക് വരുത്തുക എന്നുള്ളതാണ്. For the existence of life. The respiratory system supplies the source of energy for the production of speech sounds. അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദ സോഴ്സ് ഓഫ് എനർജി ഫോർ ദ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്. സ്പീച്ച് സൗണ്ടിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഈ എനർജി, ഊർജം നൽകുക എന്നുള്ളതാണ്. ആസ് എ റിസൾട്ട് ഓഫ് ദ contraction of the lung walls, എയർ ഫ്രം ദ ലങ്സ് ഈസ് പുഷ്ഡ് ഔട്ട്. അതായത് ഈ ലങ് വാൾസ് ചുരുങ്ങുന്നത് കൊണ്ടാണ് ശരിക്കും ലങ്സിൽ നിന്നുള്ള വായു പുറത്തേക്ക് വരുന്നത്. This air which passes out through the windpipe is utilized in the production of speech sound. അപ്പോൾ അങ്ങനെ ഈ ലങ് വാൾസ് സങ്കോചിക്കുന്നത് മൂലം എയർ ലങ്സിൽ നിന്ന് പുറത്തേക്ക് വോക്കൽ കോഡ്സിലൂടെ അങ്ങനെ പുറത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ വോക്കൽ കോഡ്സ് അല്ലെങ്കിൽ വിൻ പൈപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് പോകുന്നത് വഴിയാണ് ശരിക്ക് സൗണ്ട് ഉണ്ടാക്കപ്പെടുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഏതൊരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു റോബോട്ടിന് ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്. ഓക്കെ, ഇനി അപ്പോൾ അത് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? രണ്ടാമത്തതാണ് ഇതിൽ ഫസ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തതാണ് ഫോണേറ്ററി സിസ്റ്റം. The air from the lungs passes out through the glottis into the oral cavity. അപ്പോൾ ഗ്ലോട്ടിസിലൂടെ ഓറൽ ക്യാവിറ്റിയിലേക്ക്, ഗ്ലോട്ടിസ് എവിടെയുള്ളത് ഞാൻ പറഞ്ഞു, വോക്കൽ കോഡ്സിൻ്റെ ഉള്ളിൽ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ അവയിലുള്ള സ്പേസാണ്, വോക്കൽ കോഡ്സിൻ്റെ ഉള്ളിലുള്ള സ്പേസാണ് ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഗ്ലോട്ടിസിൻ്റെ ഉള്ളിലൂടെ എയർ പാസ് ചെയ്യുന്നു, എന്നിട്ട് ഓറൽ ക്യാവിറ്റിയിലേക്ക്, ആൻഡ് പാസസ് ഓഫ് ദ ലിപ്സ് ആസ് സ്പീച്ച്, എന്നിട്ട് ചുണ്ടിൻ്റെ ഉള്ളിലൂടെ സ്പീച്ച് സൗണ്ടായിട്ട് പുറത്തേക്ക് വരാണ്. എന്നിട്ട് ദ എയർ കമ്മിങ് ഔട്ട് ഓഫ് ദ ലങ്സ് ഗെറ്റ്സ് ഫോണേഷൻ ഓർ വോയിസ് ഇൻ ദ ലാരിങ്സ്. അപ്പോൾ അങ്ങനെ ലങ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഈ എയറാണ് ശരിക്ക് ശരിക്ക് സ്പീച്ച് സൗണ്ടായിട്ട് മാറുന്നത്. ഓക്കെ, ലാരിങ്സിൽ വെച്ചിട്ട്. The larynx or voice box is a prismatic framework of cartilage connected by means of ligaments. അപ്പോൾ ഈ ലാരിങ്സിൻ്റെ ഉള്ളിലാണ് ഈ ശബ്ദം ഉണ്ടാവുന്നത്, ലാരിങ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഈ ലാരിങ്സിനെ നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, സ്പീച്ച് ബോക്സ് എന്ന് വിളിക്കാം. സ്പീച്ച് ബോക്സ് എന്ന് ഇതിനെ വിളിക്കാം. ഇറ്റ് ഈസ് ദ പ്രിസ്മാറ്റിക് ഫ്രെയിംവർക്ക് ഓഫ് കാർട്ടിലേജ് കണക്റ്റഡ് ബൈ മീൻസ് ഓഫ് ലിഗ്മെൻറ്റ്സ്. അപ്പോൾ ഒരുപാട് ലിഗ്മെൻറ്റ്സ് ഉൾപ്പെടുന്നതാണ് ഇത്തരം ലാരിങ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വിസിബിൾ ഓൺ ദ ത്രോട്ട്സ് ഓഫ് മെൻ ആൻഡ് ഈസ് കോമൺലി കോൾഡ് ആഡംസ് ആപ്പിൾ. ഈ ലാരിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആഡംസ് ആപ്പിൾ. ആണുങ്ങളുടെ തൊണ്ടയിൽ നമുക്ക് ലാരിങ്സ് കാണാൻ പറ്റും. നമുക്ക് സ്ത്രീകളുടെ തൊണ്ടയിൽ ചിലപ്പോൾ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. ദ വോക്കൽ കോഡ്സ്, അതായത് ഈ വോക്കൽ കോഡ്സ് പറഞ്ഞാൽ രണ്ട് ലിപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് കേട്ടോ. ഓർഗൻസ് മെയ്ഡ് ഓഫ് ലിഗ്മെൻറ്റ്സ് ആൻഡ് ഇലാസ്റ്റിക് ടിഷ്യൂസ് ആർ കണ്ടെയ്ൻഡ് ഇൻ ദ ലാരിങ്സ്. ഓക്കെ, ടു ലിപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ. ദേ ആർ മെയ്ഡ് ഓഫ് ലിഗ്മെൻറ്റ്സ് ആൻഡ് ഇലാസ്റ്റിക് ടിഷ്യൂസ്. ഓക്കെ, അതൊക്കെ എന്തിലാണുള്ളത്? വോക്കൽ കോഡ്സ് ലാരിങ്സിൻ്റെ ഉള്ളിലാണുള്ളത്. ലാരിങ്സിൻ്റെ ഉള്ളിൽ വോക്കൽ കോഡ്സ് ഉണ്ടാവും. ആ വോക്കൽ കോഡ്സിൻ്റെ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ദ ഫോണേറ്ററി ക്വാളിറ്റി ഓഫ് സൗണ്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ വോക്കൽ കോഡ്സ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് വോക്കൽ കോഡ്സ്. ഗ്ലോട്ടിസ് ഈസ് ദ
അപ്പേർച്ചർ ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ സ്പേസ് ബിറ്റ്വീൻ ദ വോക്കൽ കോഡ്സ് ആർ കോൾഡ് ഈസ് കോൾഡ് ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡ്സിൻ്റെ ഇടയിലുള്ള സ്പേസാണ്. The speech sounds are produced with the glottis wide open are called voiceless or breathed sounds. വോയിസ്ലെസ് സൗണ്ടിൻ്റെ മറ്റൊരു പേരാണ് ബ്രീത്ത്ഡ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ഗ്ലോട്ടിസ് വൈഡ് ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൂടെ വായു പോയിട്ട് അതിൽ ശബ്ദം ഉണ്ടാവുന്നതിനെ നമ്മൾ വോയിസ്ലെസ് അല്ലെങ്കിൽ ബ്രീത്ത്ഡ് സൗണ്ട് എന്നാണ് അതിനെ വിളിക്കുക. എന്നാൽ when the vocal cords are wide apart and glottis is open and air passes freely through it, there is no vibration of the vocal. അപ്പോൾ അവിടെ വൈബ്രേഷൻ ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് അതിന് വോയിസ്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്രീത്ത്ഡ് സൗണ്ട് അല്ലെങ്കിൽ വോയിസ്ലെസ് എന്ന് പറയുന്നത്. എന്നാൽ then the sound is naturally voiceless. The English sound p and t are voiceless sounds. P and t are voiceless sounds. If the vocal cords vibrate when the air passes through them, then the sound will be voiced. എന്നാൽ ചില സമയത്ത് ഈ വോക്കൽ കോഡ് ചില സൗണ്ട് ഉച്ചരിക്കുന്ന സമയത്ത് ഈ വോക്കൽ കോഡ്സ് രണ്ടും ഒരുമിച്ച് അടുപ്പിച്ച് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വായു, ഈ ലങ്സിൽ നിന്നുള്ള വായു ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും, എന്നുള്ള ശബ്ദം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ വൈബ്രേഷൻ ഉണ്ടാകുന്ന സൗണ്ടുകളെയാണ് നമ്മൾ വോയിസ്ഡ് സൗണ്ട് അല്ലെങ്കിൽ ബ്രീത്ത്ലെസ് സൗണ്ട് എന്ന് പറയാം. ബ്രെത്ത്ലെസ് സൗണ്ട് എന്ന് പറയാം. ഓക്കെ, വോയിസ്ഡ് സൗണ്ട് എന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ദ സൗണ്ട്സ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് അല്ലെങ്കിൽ ദ സൗണ്ട്സ് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ ഓഫ് വിച്ച് ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ആർ കോൾഡ് വോയിസ്ഡ് സൗണ്ട്. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ബ ബ ഡ ഗ വ് ധ സ ഴ ഈ സൗണ്ടുകൾ. പിന്നെ വോയിസ് സൗണ്ട് മ ന ങ ഇതൊക്കെ എന്താണ് വോയിസ്ഡ് സൗണ്ടുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതിലുള്ള ഫിഗർ നോക്കും നിങ്ങൾ. വോക്കൽ കോഡ്സിൻ്റെ രണ്ട് പിക്ചറുണ്ട്. ഗ്ലോട്ടിസ് ആണ് അതിൻ്റെ ഇടയിലുള്ള സ്പേസാണ്, നിങ്ങൾ കണ്ടു. ഓക്കെ, പിന്നെ അടുത്തത് പൊസിഷൻ ഓഫ് വോയിസ്ലെസ് സൗണ്ട്. നമുക്ക് വോയിസ്ലെസ് സൗണ്ട് ആവണമെങ്കിൽ പിന്നെ എന്താണ് ആ വോക്കൽ കോഡ്സ് അടുത്തേക്ക് വരില്ല. ഓക്കെ, വോക്കൽ കോഡ്സ് അടുത്തേക്ക് വരില്ല, ടച്ച് ചെയ്യുന്നില്ല. ഗ്ലോട്ടിസ് അവിടെ ഓപ്പൺ ആണ്. ഓക്കെ, ഇനി വോയിസ്ഡ് സൗണ്ട് ആണെങ്കിലോ വോക്കൽ കോഡ്സ് ഒരുമിച്ച് വരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന സമയത്ത് അവിടെ വൈബ്രേഷൻ ഉണ്ടാകുന്നു. അത് നമ്മൾ വോയിസ്ഡ് സൗണ്ട് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇന്ന് പറയാണ്. പിന്നെ അടുത്തത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റം പറയാനുണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്കത് പറയാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ്